നമസ്കാരം. ബിഗ് ക്വസ്റ്റ്യനിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഏറ്റവും സമുന്നതരായ രാഷ്ട്രീയ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മീഡിയ വൺ നടത്തുന്ന രാഷ്ട്രീയ സംവാദമാണ് ബിഗ് ക്വസ്റ്റ്യൻ. ഇന്ന് ബിഗ് ക്വസ്റ്റ്യനിൽ നമ്മളോടൊപ്പം ഉള്ളത് കാനം രാജേന്ദ്രൻ, CPIയുടെ സംസ്ഥാന സെക്രട്ടറി. ഈ ചർച്ചയിൽ അദ്ദേഹത്തോടൊപ്പം പങ്കെടുക്കുന്നത് ദുരന്ത നിവാരണ മേഖലയിലെ വിദഗ്ധയും പരിസ്ഥിതി പ്രവർത്തകയുമായ ഡോക്ടർ KG താര, ഡെക്കാൻ ക്രോണിക്കിൾ അസിസ്റ്റന്റ് എഡിറ്റർ സിന്ധ്യ ചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ലാൽകുമാർ, സാമൂഹ്യ നിരീക്ഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ അഷ്റഫ് കടക്കൽ, മാധ്യമപ്രവർത്തകൻ ശ്രീ റോയ് മാത്യു, ദ ഹിന്ദു സീനിയർ അസിസ്റ്റന്റ് എഡിറ്റർ ശ്രീ NJ നായർ. നമുക്ക് തുടക്കം. ശ്രീ സിന്ധ്യ, എന്താണ് തങ്ങൾക്ക് ആദ്യം ശ്രീ കാനത്തോട് ചോദിക്കാനുള്ളത്? തിരുവനന്തപുരത്ത് C. ദിവാകരൻ എന്ന സ്ഥാനാർത്ഥിയിലോട്ട് എത്തിയത് എങ്ങനെയാണ്? കാരണം ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം, പാർട്ടിയിൽ തന്നെ C. ദിവാകരൻ അനഭിമതനാണെന്ന് ഞാൻ പറയുന്നില്ല. പലർക്കും അദ്ദേഹത്തെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിർത്തുന്നതിനോട് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു എതിർപ്പുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ഒന്നുകിൽ നല്ലൊരു കിടപിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ CPM ആ സീറ്റ് തിരിച്ചെടുക്കും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നതുകൊണ്ടല്ലേ? ഇതെല്ലാം കേവലം അഭ്യൂഹങ്ങൾ മാത്രമാണ്. C. ദിവാകരന് എന്തെങ്കിലും ഒരു തരം താഴ്ത്തുന്ന നടപടി CPIക്കുള്ളിൽ സ്വീകരിച്ചിട്ടില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ അന്വേഷണം നടക്കുകയും അതിൻ്റെ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ചു. സഖാവ് C. ദിവാകരനെ നിലവിലുള്ള കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തി. അതിൻ്റെ അർത്ഥം അദ്ദേഹം പാർട്ടിക്ക് അനഭിമിതനാണ് എന്നല്ല. അതിനുശേഷമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം നെടുമങ്ങാട് സീറ്റിൽ മത്സരിക്കുകയും പാർട്ടി സ്ഥാനാർത്ഥിയാകുകയും മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തത്. അതുകൊണ്ട് മറ്റെല്ലാം വാർത്തകൾ മാത്രമാണ്. പാർട്ടിക്കുള്ളിൽ അങ്ങനൊരു വ്യത്യാസമില്ല. വളരെ വലിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് ഇപ്പോൾ തിരുവനന്തപുരം. എന്താണ് ഇപ്പോൾ അവിടെയുള്ള സാധ്യതകൾ? എന്താണ് LDFൻ്റെ സാധ്യത? എന്താണ്? തിരുവനന്തപുരത്ത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 3-ാം സ്ഥാനത്ത് പോയി എന്നത് ശരിയാണ്. പക്ഷേ 39,000 വോട്ടിൻ്റെ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് സ്ഥാനത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് അങ്ങനെ ഒരു അർത്ഥമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് C. ദിവാകരൻ തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കും. ഈ 3 സ്ഥാനാർത്ഥികൾ ആരൊക്കെ തമ്മിൽ മത്സരമെന്നാണ് നിങ്ങളുടെ? ഇവിടെ ശശി തരൂറും അതേപോലെ തന്നെ C. ദിവാകരനുമായിട്ടാണ് മത്സരം. കേരളത്തിലെ LDFും UDFുമായിട്ടാണ് മത്സരം. BJP നിങ്ങൾ പരിഗണിക്കുന്നു? BJP അതിനകത്തൊരു പ്രശ്നമേ അല്ല. ഫാസിസത്തിനെതിരെ ഇടതുപക്ഷം ഒരു വിശാല ഐക്യത്തിനൊക്കെ എപ്പോഴും ശ്രമിക്കുകയും ഇതുവരെ എത്തിപ്പെടാൻ നമുക്ക് പറ്റിയിട്ടുമില്ല. പക്ഷേ ജനാധിപത്യത്തിൽ നമ്മൾ BJPയാണ് ഫാസിസ്റ്റ് ശക്തിയായി കാണുകയും ഇവരെ പുറത്താക്കാൻ ആ ജനാധിപത്യ പ്രക്രിയയിൽ കൂടെ നമ്മളിപ്പോഴും ആഹ്വാനം ചെയ്യുന്നത്. പക്ഷേ അതിന് പുറകിൽ നിൽക്കുന്ന അല്ലെങ്കിൽ BJPക്ക് നെടുന്തൂണായി നിൽക്കുന്ന RSSനെ നേരിടാൻ യഥാർത്ഥത്തിൽ നമുക്കൊരു ഇക്വേഷൻ ഇല്ല. എന്നുവെച്ചാൽ ഫാസിസ്റ്റ് ശക്തിയെ ജനാധിപത്യത്തിൽ കൂടെ BJPയെ പുറത്താക്കിയാൽ പോലും ഈ സാംസ്കാരിക സംഘടന എന്ന് അവർ വിളിക്കുന്നവരെ പുറത്താക്കാനായിട്ട് നമുക്കൊരു പോളിസിയോ സ്കീമോ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഈ ആൻറ്റി ഫാസിസ്റ്റ് ക്യാമ്പുകൾ വന്നിട്ടുണ്ടെന്നൊരു തോന്നൽ. അതിനെങ്ങനെയായിരിക്കും നമുക്ക് നേരിടാൻ കഴിയുക താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ? അതിപ്പോൾ പൊതുവിലുള്ള പ്രശ്നങ്ങളും അധികാര രാഷ്ട്രീയവുമായിട്ട് ഇഴുകിച്ചേർന്ന് കിടക്കുന്ന ഒരു ചോദ്യമാണ് അതിനകത്തുള്ളത്. ഈ സാംസ്കാരിക തലത്തിൽ ഫാസിസത്തെ എതിർക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. അതാണ് ഇന്ത്യയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിലിപ്പോൾ രാഷ്ട്രീയ രംഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത, സംസ്ഥാനതല രാഷ്ട്രീയ കക്ഷികൾ അവർ നിർണായകമായ സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഓരോ സംസ്ഥാനത്തെയും രാഷ്ട്രീയത്തെ നമ്മൾ നിർവചിക്കുമ്പോൾ അതിൽ ദേശീയ രാഷ്ട്രീയ കക്ഷികളല്ല സുപ്രധാനമായ പങ്ക് വഹിക്കുന്നത് എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടൊരു അജണ്ടയുണ്ട്. അവർ വിശാലമായ ദേശ താല്പര്യങ്ങളെക്കാൾ കൂടുതൽ അവരുടെ അജണ്ട നിർവഹിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അത് ഈ ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൽ ഒരു തടസ്സമാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ എങ്കിലും പതിയെ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യം വളർന്നു വരുന്നുണ്ട്. പാർലമെൻറ്റ് ഇലക്ഷനിൽ അത് 17 പാർട്ടിയായിരുന്നു. വൈസ് പ്രസിഡൻ്റ് അത് 18 പാർട്ടിയായി. ഇപ്പോൾ അത് 21 പാർട്ടിയായി, 23 പാർട്ടിയായി. അങ്ങനെ ഈ പ്രതിപക്ഷത്ത് ഈ നടപടികളെ എതിർക്കാൻ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ നിലപാടുകളെ എതിർക്കാൻ ഉള്ളൊരു ശക്തമായ ഐക്യം വളർന്നു വരുന്നുണ്ട്. പിന്നെ പല കാരണങ്ങളും അതിന് തടസ്സങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ CPI കേരളത്തിലെ 4 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു. കഴിഞ്ഞ പാർലമെൻറ്റിൽ CPIക്ക് നാമമാത്രമായി ഒരു പ്രതിനിധി മറ്റുമാണ് ഉണ്ടായിരുന്നത്.
ഇന്ത്യൻ പാർലമെൻറ്റിലെ ഗർജിക്കുന്ന സിംഹമായി വിശേഷിപ്പിക്കുന്ന ഇന്ദ്രജിത് ഗുപ്തയെ പോലെയൊക്കെയുള്ള നേതാക്കന്മാർ, യു പിയിലും ബീഹാറിലുമുള്ള കാർഷിക മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന നേതാക്കന്മാർ, ദേശീയ തലത്തിൽ അറിയപ്പെട്ട നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയായിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന് CPIയുടെ അവസ്ഥ നമ്മൾ വസ്തുനിഷ്ഠമായി പരിശോധിച്ചാൽ അന്നത്തെ നിഴൽ പോലും അല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ CPIക്ക് എന്ത് റോളാണ് വഹിക്കാനുള്ളത്? ഒരു പാർട്ടി, പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ അതിലെ പാർലമെൻറ്റിലെ അംഗബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളെ നമുക്ക് നിർണ്ണയിച്ചുകൂടാ. ഇപ്പോൾ പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുണ്ടായിരുന്ന ആദ്യ പാർലമെൻറ്റിലും അതിനടുത്തുള്ള സന്ദർഭത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു 2004 ലെഫ്റ്റിനുണ്ടായിരുന്നത്. CPIക്ക് മാത്രമല്ല, ഇടതുപക്ഷം പൂർണ്ണമായി എടുക്കുമ്പോൾ 62 സീറ്റുകളുടെ പിന്തുണ പാർലമെൻറ്റിലുണ്ടായിരുന്നു. ഭൂരിപക്ഷം ഇല്ലായിരുന്നു, ഗവൺമെൻറ്റിലും ഞങ്ങളില്ലായിരുന്നു. പക്ഷേ എന്ത് സാമൂഹ്യ മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ ലെഫ്റ്റിന് കഴിയും എന്ന് 2004 ഒന്നാം UPA ഗവൺമെൻറ് തെളിയിച്ചു. ചില പദ്ധതികളുടെയും പരിപാടികളുടെയും അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പിന്തുണ നൽകാം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണ് കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടായത്. ആ കോമൺ മിനിമം പ്രോഗ്രാമിൽ നിന്ന് വേറിട്ട് ആ ഗവൺമെൻറ് പോകുന്നു എന്ന് തോന്നിയപ്പോഴാണ് അതിൽ നിന്ന് പിരിഞ്ഞു പോരേണ്ടി വന്നത്. ജനാധിപത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം പല നടപടികളിലും ഒരു ഭരണകക്ഷിയല്ല എങ്കിൽ പോലും ഇടതുപക്ഷം വലിയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ്സിൽ പിളർപ്പുണ്ടാകുന്നു, പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വരുന്നു, ബാങ്ക് ദേശവൽക്കരണം വരുന്നു, മറ്റ് പുരോഗമനപരമായിട്ടുള്ള പല നടപടികളിലും വരുന്നു. അതിലൊക്കെ ആരായിരുന്നു സുപ്രധാനമായ പങ്കുവഹിച്ചത്? അത് ഇടതുപക്ഷമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ അന്നത്തെ ഒന്നാം UPA കാലത്തെ അധികാരലബ്ധി അവർക്ക് വളരെ സക്രിയമായ തരത്തിൽ ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു എന്ന ഒരു കാഴ്ചപ്പാടിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് സ്വാഭാവികമാണ്. ഒരു മുന്നണിക്കകത്ത് ഒരു നിലപാട് തുടർന്നു പോകണമെങ്കിൽ, ശബ്ദം ഉണ്ടാകണമെങ്കിൽ 2 കൈയും കൂട്ടിയടിക്കണം. ഒരു കൈ മാത്രം ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോയാൽ ശബ്ദം ഉണ്ടാകത്തില്ല. നമ്മളിങ്ങനെ വീശി എന്ന് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ലെഫ്റ്റിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരു പ്രശ്നമല്ല, അതിലെ മറ്റുള്ളവരും കൂടി സഹകരിച്ചാലേ അത് പറ്റൂ. രണ്ട് കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, നമ്മൾ ഈ നവോത്ഥാന കാലത്തെ ഒരു വലിയ പ്രധാന വിഷയമായിട്ട് സ്ത്രീ പ്രാതിനിധ്യം നമ്മൾ ഒരു ഭാഗത്ത് പറയുന്നു. എന്നാൽ നമ്മൾ കാര്യത്തേക്ക് അടുക്കുമ്പോൾ അവിടെ സ്ത്രീകളുടെ പ്രാതിനിധ്യം തീരെ കുറഞ്ഞു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് പരിസ്ഥിതി വിഷയങ്ങളാണ്. UDF സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് വളരെ വിനാശകരമായിട്ടുള്ള ഒരുപാട് പരിസ്ഥിതി നിയമങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഇടതുപക്ഷ സർക്കാർ വരുമ്പോൾ അതിനകത്തെല്ലാം മാറ്റം വരും എന്നാണ്. പക്ഷേ തികച്ചും നിരാശാജനകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നല്ലത് നടന്നുവെങ്കിലും തികച്ചും നിരാശാജനകമായിട്ടുള്ള ഈ പാഡി കൺസർവേഷൻ, അതിനകത്ത് വന്നിട്ടുള്ള നെൽവയൽ നീർത്തട സംരക്ഷണം, അതിൽ വന്നിട്ടുള്ള ഭേദഗതി, അതുപോലെ കാർഡമം ഹില്ലിലെ മരങ്ങൾ മുറിക്കാനുള്ള അനുമതി, പിന്നെ അവനവൻ്റെ ഭൂമിയിൽ പാറ ക്വാറി ചെയ്യാനുള്ള അനുമതി, ഇതെല്ലാം പരിസ്ഥിതിയെ വളരെയധികം വിഘാതം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചൊരു വിഷയം സ്ത്രീ പ്രാതിനിധ്യത്തിൻ്റെ പ്രശ്നമാണ്. പ്രാതിനിധ്യം പലപ്പോഴും ഈ മത്സരങ്ങൾ വരുമ്പോൾ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിലെ CPIയുടെ 4 സീറ്റിൽ ഒരു വനിത പോലും ഇല്ല. ശരിയാണ്. പക്ഷേ ടോട്ടൽ സ്ഥാനാർത്ഥികളുടെ പട്ടിക വരുമ്പോൾ അതിൽ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാകും എന്ന് തന്നെയാണ്. ഇപ്പോൾ കേരളത്തിലെ LDFൻ്റെ 20 സീറ്റ് ഒരുമിച്ചാണ് പ്രഖ്യാപിച്ചത്. അതിൽ സ്ത്രീ പ്രാതിനിധ്യമുണ്ട്. വേണ്ടത്ര ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ജനസംഖ്യയുടെ പകുതിയിൽ കൂടുതൽ സ്ത്രീകളുണ്ടെങ്കിലും 21 വയസ്സായി ആ നിയമം പാർലമെൻറ്റ് വന്നിട്ട് നമുക്ക് ഇതുവരെ ആർക്കും അത് പാസ്സാക്കിയെടുക്കാൻ പറ്റില്ല. ഈ സ്ത്രീ പ്രാതിനിധ്യം പോലെയുള്ള കാര്യങ്ങളിലെ മുന്നണിയിലെ ഉത്തരവാദിത്വം CPMൻ്റെ മേൽ ചാരുന്നു എന്ന ആരോപണത്തെക്കുറിച്ച്? അല്ല, മുന്നണിയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് മത്സരിക്കുന്നത് CPM ആണ്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ എടുക്കാം. ഞങ്ങൾക്കൊരു 6 സീറ്റ് ഉണ്ടായിരുന്നു, ചിലപ്പോൾ 2 സീറ്റൂടെ ഞങ്ങൾ എടുത്തേനെ, വനിതകളെ എടുത്തേനെ. അതില്ലല്ലോ. ഓക്കെ, അടുത്തത് പിന്നെ പരിസ്ഥിതി വിഷയങ്ങളിലുള്ള ഡോക്ടർ താരയുടെ പരിസ്ഥിതി വിഷയങ്ങളിൽ ഉള്ള ഇത് കേരളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. 2008 നിയമം കൊണ്ടുവന്നത്. ആ നിയമം കൊണ്ടുവന്നത് CPI ആണ്, അല്ലെന്ന് പറയാൻ പറ്റുമോ? ആ നിയമം കൊണ്ടുവരികയും അത് നടപ്പിലാക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ഭേദഗതി എന്ന് പറഞ്ഞത് 2008 ശേഷം പുതിയ നിലം നികത്താനും ഒന്നുമല്ല. അതിന് അനുവാദം കൊടുക്കാതിരിക്കുമ്പോൾ തന്നെ 2008 മുമ്പ് പലപ്പോഴും നികന്നു കിടക്കുകയും
പിന്നെ ഒരു കാലത്ത് ഉപയോഗിക്കാനാകാതെയും കിടന്നിരുന്ന സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഗവൺമെൻറ് ഒരു ഭേദഗതി കൊണ്ടുവന്നിരുന്നു. ആ ഭേദഗതി കളഞ്ഞതിന് ശേഷം പുതിയൊരു നിയമം കൊണ്ടുവന്നു. ആ നിയമ ഭേദഗതി കൊണ്ടുവന്നു. ഏതാണ്ട് 4 ലക്ഷത്തിലധികം ആളുകൾ വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുത്ത് കാത്തു കിടക്കുകയായിരുന്നു. അവർക്ക് വീട് വെക്കാനുള്ള സൗകര്യം ഉണ്ടായി. അത് ഒരു ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ്, പരിസ്ഥിതിയെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയല്ല. അല്ല, അവിടെയും ഈ ജനങ്ങളെ സഹായിക്കാൻ എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ പ്രതിശീർഷ നെല്ലിൻ്റെ ഉപഭോഗം എന്ന് പറയുന്നത് 40 ലക്ഷം ടണ്ണാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് 4.75 ലക്ഷം ടൺ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നു. അപ്പോൾ ഈ ഇപ്പോൾ കൊണ്ടുവന്ന ഭേദഗതി എന്ന് പറയുന്നത് ഈ നമ്മുടെ ഡേറ്റാ ബാങ്കിൽ ചേർക്കാത്ത നെൽവയലുകൾ, അൺനോട്ടിഫൈഡ് ആയിട്ടുള്ള നെൽവയലുകൾ നമുക്ക് നികത്താം. ഈ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കഴിഞ്ഞ തവണ വന്നു കഴിഞ്ഞപ്പോൾ ആ വിഷയം കൂടുതൽ പഠിക്കാഞ്ഞിട്ടും മനസ്സിലാക്കാഞ്ഞിട്ടുമാണ് 2008 ശേഷം ഒരു നെൽവയലും നികത്താൻ കേരളത്തിലെ ഈ നിയമം അനുസരിച്ച് സാധിക്കില്ല. 2008 മുമ്പ് നികന്നു കിടക്കുകയും അത് ഭൂമിയുടെ രജിസ്റ്ററിൽ കരയായിരിക്കുമ്പോൾ ഭൂമിയുടെ രജിസ്റ്ററിൽ നിലം എന്ന് രേഖപ്പെടുത്തുകയും ചെയ്ത് ഒന്നും ചെയ്യാൻ പാടില്ലാതെ കിടക്കുന്ന ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അവിടെ കൃഷിയില്ല, മറ്റൊന്നും ചെയ്യാനും പറ്റിയില്ല. ആ ഭേദഗതിയുടെ അതിൻ്റെ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ വിഷയം മനസ്സിലാവും. അല്ല, എനിക്ക് അതിൽ ഒരു തിരുത്തുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ധാരണ ഈ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്താത്ത, അതായത് നോട്ടിഫൈ ചെയ്യാത്ത, അങ്ങനെ ആ ഡേറ്റാ ബാങ്ക് നമ്മൾ തയ്യാറാക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ഇലക്ഷൻ പ്രഖ്യാപനം നമ്മളുടെ മാനിഫെസ്റ്റോയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. അത് ഈ നിമിഷം വരെ നമ്മൾ ആ ഡേറ്റാ ബാങ്ക് തയ്യാറാക്കിയിട്ടില്ല, കേരളത്തിൽ എത്ര നെൽവയലുകൾ ഉണ്ടെന്നുള്ളത്. ആ ഡേറ്റാ ബാങ്ക് തയ്യാറാക്കാതെ എടുത്തോളം കാലം ഈ നിലങ്ങളെല്ലാം അൺനോട്ടിഫൈഡ് ആയിട്ട്, അത് നെൽവയലായിട്ട് രേഖപ്പെടുത്താതെ തന്നെ കിടക്കും. അപ്പോൾ ആ നെൽവയലുകൾ, ആ സ്ഥലങ്ങളെല്ലാം നികത്താനുള്ള ഒരു വലിയ സാധ്യതയാണ് അതെന്നുള്ളത്. പിന്നെ മാത്രമല്ല, അങ്ങനെ ഒരു സാധ്യത ഞാനും ഇതിനകത്ത് കാണുന്നില്ല. ഇതിൻ്റെ എല്ലാം സാറ്റലൈറ്റ് സർവേ ഇന്ന് സർക്കാരിൻ്റെ കൈവശമുണ്ട്. അതിനുള്ള സംവിധാനം താങ്കൾക്കും അറിയാം. ആ സംവിധാനത്തിൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുന്നത്. എല്ലാ ജാഗ്രതയോടും കൂടിയാണ് സർക്കാർ ആ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് CPI ഒരു കാലത്ത് അധികാരം പങ്കിടുകയും അവരുമായിട്ട് യോജിച്ച് മന്ത്രിസഭകളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്ത, അതിനുശേഷം ദേശീയ തലത്തിൽ CPIക്ക് എന്തുകൊണ്ടാണ് കോൺഗ്രസുമായിട്ട് ചേർന്ന് ഇപ്പോൾ ഈ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും കോൺഗ്രസുമായി ചേർന്ന് ഒരു മന്ത്രിസഭ ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ അധികാരം പങ്കിടുന്നതിനെ കുറിച്ചോ CPI സജീവമായി ആലോചിക്കുന്നുണ്ടോ? അതിനുള്ള സാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, ഇന്നത്തെ നിലയിൽ കോൺഗ്രസും CPIക്കും യോജിച്ച് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. CPI ഇതിനു മുമ്പും ദേശീയ തലത്തിൽ കോൺഗ്രസുമായിട്ട് ഒരിക്കൽ പോലും മുന്നണി ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ അവരുമായിട്ട് അധികാരം പങ്കിട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. അത് പഴയ കോൺഗ്രസ്സാണ്, ഇത് പുതിയ കോൺഗ്രസ്സാണ്. അതുകൊണ്ട് അതിനുള്ള സാധ്യത ഇന്ന് ഞാൻ കാണുന്നില്ല. BJP അല്ലെങ്കിൽ മോദി ഭരണത്തിന് അവസാനം കുറിക്കാനുണ്ടാക്കുന്ന ഈ മുന്നണികളിൽ അല്ലെങ്കിൽ മുന്നണി രൂപീകരണത്തിൽ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് ഇപ്പോൾ എന്ത് റോളാണുള്ളത്? ഞങ്ങളിപ്പോൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു മുന്നണി രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. 2004 UPA എന്ന് പറയുന്ന മുന്നണി ഉണ്ടായത് തിരഞ്ഞെടുപ്പിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടാണ്. സംഘ് പരിവാർ നാഷണൽ നറേറ്റീവിനെ സംഘ് പരിവാർ ഭീകരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതായത് തൊഴിലില്ലായ്മ, പിന്നെ കാർഷിക രംഗത്ത് പ്രതിസന്ധി, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പേരുള്ള കയ്യേറ്റം തുടങ്ങിയ ഗുരുതരമായ വിഷയങ്ങൾ. ഇത് എങ്ങനെയാണ് ഇടതുപക്ഷം ഇതിനെ ശക്തമായി നേരിടാൻ പോകുന്നത്? ഇന്ത്യൻ മീഡിയ കൺട്രോൾ ചെയ്യുന്നത് കോർപ്പറേറ്റ് കമ്പനികളാണ്. അല്ലാതെ നമുക്കിപ്പോൾ എത്ര എണ്ണം ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കെടുക്കാം. അല്ലെങ്കിൽ ഓരോ മാധ്യമ സ്ഥാപനങ്ങളുടെയും പിന്നിലുള്ള കോർപ്പറേറ്റ് കമ്പനികൾ ഏതാണെന്ന് നോക്കി കണക്കെടുക്കുക. അതുകൊണ്ട് ഈ മീഡിയ കൊടുക്കുന്ന ഒരു പ്രചരണം ഈ പറയുന്ന കോർപ്പറേറ്റ് ആശയങ്ങൾക്ക് വേണ്ടിയായിരിക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ അവിടെ പാർശ്വവൽക്കരിക്കപ്പെടുന്നത് ജനങ്ങൾ മാത്രമല്ല, യഥാർത്ഥ വാർത്തകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോവുകയാണ്. അതിൻ്റെ കൂടെയാണ് രാഷ്ട്രീയ രംഗത്ത് ഇടതുപക്ഷവും പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്, അതിൻ്റെ റിസൾട്ടാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയതിന് നമുക്ക് ആരെയാണ് കുറ്റം പറയാൻ പറ്റുമോ? അല്ല, മുതലാളിത്തത്തിൻ്റെ വളർച്ചയിൽ അതിനെ എതിർക്കുന്ന ആളുകളോ അതിൻ്റെ പ്രസ്ഥാനങ്ങളോ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകും. അത് ഞാൻ പരാതിയല്ലോ പറഞ്ഞത്, അതൊരു സത്യമാണ് എന്നാണ് പറഞ്ഞത്.
മധ്യപ്രദേശിലും രാജസ്ഥാനിലെയും അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലെ ഇലക്ഷൻ്റെ സമയത്ത് അമ്പലങ്ങളിൽ കയറിയിറങ്ങുന്ന രാഹുൽ ഗാന്ധിയെ നമ്മൾ ഒരു പരിധിവരെ കണ്ടു. അതൊരു സോഫ്റ്റ് ലൈൻ ഓഫ് ഹിന്ദുത്വ. അത് അദ്ദേഹത്തിനെ കുറ്റം പറയാൻ പറ്റാത്ത രീതിയിലേക്ക് ഹിന്ദുത്വത്തെ ഒരു ടൂളാക്കുകയും കോൺഗ്രസ്സിന് ഒരു സോഫ്റ്റ് ഹിന്ദുത്വമെങ്കിലും കളിച്ചാലേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു രാഷ്ട്രീയത്തെ എന്നുള്ളതാണ്. ഈ രീതി ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഹിന്ദുത്വം അവസാനം സോഫ്റ്റായിട്ടായാലും ഹാർഡ് ലൈനായിട്ടായാലും ഹിന്ദുത്വം വിജയിക്കുന്ന ഒരു രാഷ്ട്രത്ത് എങ്ങനെയായിരിക്കും ഈ സെക്കുലറായി നിൽക്കുന്ന ഈ ഭരണഘടന ഇതുപോലെ തന്നെ നിൽക്കാൻ സാധ്യതയുണ്ടോ? താങ്കൾക്ക് ഒരു ദീർഘവീക്ഷണത്തിൽ എങ്ങനെയായിരിക്കും ഇതിനെക്കുറിച്ച് വിലയിരുത്താൻ? നമ്മുടെ രാജ്യത്തെ ഭരണഘടനയുടെ മതനിരപേക്ഷ സ്വഭാവം സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പോരാട്ടത്തിൻ്റെ ഭാഗമായി മാത്രമേ സാധിക്കുകയുള്ളൂ. വർഗീയത ശക്തിപ്പെട്ടു വരികയാണ്. അതിൻ്റെ ബദൽ എന്ന് പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെ ന്യൂനപക്ഷം വർഗീയമായി സംഘടിക്കലല്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മതനിരപേക്ഷതയുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ അതിനെ നമുക്ക് നേരിടാൻ പറ്റൂ. അതിന് ആദ്യം സംരക്ഷിക്കേണ്ടത് ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളുമാണ്. ഈ തിരഞ്ഞെടുപ്പിൽ ഉയരുന്ന ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങൾ അതെല്ലാമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ദളിത് ഐക്യപ്പെടലുണ്ട്, ന്യൂനപക്ഷ ഐക്യപ്പെടലുണ്ട്. അതിനെ ഒരു ദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് തരത്തിലാണ് കാണുന്നത്? ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്ന് പൊരുതുന്ന നിരവധിയായ പ്രസ്ഥാനങ്ങളുണ്ട്. ആ പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ വളരെ സൗഹൃദത്തിലും പോകാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആഗ്രഹിക്കുന്നത്. ഈ മതമൂല്യത്തെ റദ്ദാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് യഥാർത്ഥത്തിൽ ആധുനികതയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസത്തിൽ വർക്ക് ചെയ്യുമ്പോൾ മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ ഇതിനെ രണ്ടുടെയും കോൺട്രഡിക്ടറി ആയിട്ട് നിൽക്കുമ്പോൾ എത്രമാത്രം നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയും സാധാരണ സിറ്റിസൺസിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം അതൊരു വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു എന്താ പറയുന്നത്, ഒരു വടത്തിൽ കൂടി നമ്മളിങ്ങനെ സഞ്ചരിക്കുന്ന പോലെ ഒരു കാര്യമാണ്. അപ്പുറത്തോ ഇപ്പുറത്തോ ഒക്കെ പോകാം. അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് ഈ സാമൂഹ്യ രാഷ്ട്രീയ മാറ്റങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അതിലൊരു പൊതു നിലപാടാണ് സ്വീകരിക്കേണ്ടത്. പക്ഷേ എന്തു വന്നാലും ഭരണഘടനയ്ക്ക് മുകളിൽ വിശ്വാസത്തെ സ്ഥാപിക്കാൻ നമുക്ക് അനുവദിച്ചുകൂടാ. അങ്ങ് തന്നെ പറഞ്ഞു വർഗീയത ശക്തിപ്പെട്ടു വരുന്നു എന്നത്. അപ്പോൾ ഈ വർഗീയത ശക്തിപ്പെട്ടു വരുന്നൊരു പശ്ചാത്തലത്തിൽ ശബരിമല പോലൊരു വിഷയം കൈകാര്യം ചെയ്തതിൽ കുറച്ചുകൂടി ഒരു ഡിപ്ലോമസി വേണമായിരുന്നു എന്നൊരു അഭിപ്രായം പല കോണുകളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ആ അഭിപ്രായത്തോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഡിപ്ലോമസി എന്ന് പറയുന്നത് വാക്കിൻ്റെ അർത്ഥം പലതരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ചൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഭരണഘടനാ ബെഞ്ചിൻ്റെ ഒരു വിധി അംഗീകരിക്കുകയില്ല, നടപ്പിലാക്കുകയില്ല എന്ന് പറയാൻ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു ഗവൺമെൻറ്റിന് കഴിയുമോ? ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കണ്ടെത്തിയാൽ പെരുമാറിയത് ടാക്ട്ഫുള്ളായിട്ടാണോ ഡിപ്ലോമസിയോടുകൂടിയാണോ എന്ന് മനസ്സിലാവും. ഈ ജാതിമത സംഘടനകൾ പലപ്പോഴും ഇപ്പോൾ ഇടതുപക്ഷം ഒഴിച്ചുള്ള ബാക്കി മിക്കവാറും എല്ലാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഇലക്ഷൻ നറേറ്റീവ് പോലും അവർ ബിൽഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ശബരിമല വിഷയം, അതുപോലെ ഈ രാമജന്മഭൂമി പരാജയപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഇത് പുതിയൊരു ഇഷ്യൂ ആയി റേസ് ചെയ്തോട്ട് വരുന്നു. ഇത് കുറച്ചുകൂടി ഇഫക്റ്റീവായി കൺഫ്രണ്ട് ചെയ്യപ്പെടേണ്ടതല്ലേ? അതിനുള്ള കുറച്ചുകൂടെ ഒരു ഇഫക്റ്റീവായ ക്യാമ്പയിൻ ഉണ്ടാവേണ്ടതല്ലേ? ഇതൊക്കെ ജനങ്ങളെ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു വികാരപരമായി ഒരു തലത്തിലെത്തിക്കാൻ കഴിയുക എന്ന് നോക്കി പലപ്പോഴും ഇത്തരത്തിലുള്ള പല നിലപാടുകളും സ്വീകരിക്കാറുണ്ട്. ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ എത്ര പേരുണ്ടാവും ലോക്സഭയിലേക്ക് പോകാനായിട്ട്? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഞങ്ങളുടെ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യും എന്ന് നന്നായിട്ട് പറയാൻ പറ്റും. ഇന്നത്തതിൽ നിന്ന് മുന്നോട്ട് പോകും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് പ്രാതിനിധ്യം ഉണ്ടാകും. മാർച്ചിൻ സിദ്ധാന്തം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാസ്റ്റിനൊരു വലിയ സ്ഥാനം കൊടുത്തിട്ടില്ല. അക്കാഡമിഷ്യൻസിന് അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റ് പോലെ AR ദേശായി പോലുള്ള ആൾക്കാർ കാസ്റ്റ് ക്ലാസ് ഇക്വേഷനൊക്കെ ഡ്രോ ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊതുവേ ഇടതുപക്ഷം എല്ലാം ഈ കാസ്റ്റ് ക്ലാസ് ഇക്വേഷൻ ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെടുകയും കാസ്റ്റിനെ അക്കോമഡേറ്റ് ചെയ്യാതിരിക്കുകയും എന്നാൽ കാസ്റ്റിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്നു. ആ കാസ്റ്റ് ഒരു റിയാലിറ്റി എന്നുള്ളത് നിങ്ങളുടെ അക്കാഡമിക്സിലെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ ഇടതുപക്ഷം പരാജയപ്പെട്ടു എന്ന് താങ്കൾ തോന്നുന്നുണ്ടോ? ഇപ്പോൾ പ്രിമിറ്റീവ് കമ്മ്യൂണിസം ടു സ്ലേവറി എന്ന എസ്.എ. ഡാങ്കയുടെ പുസ്തകത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളും ഉണ്ടായി.
ആ പരാമർശങ്ങളോട് വിയോജിപ്പ് കമ്മ്യൂണിസ്റ്റുകാരായിരുന്ന കൊസാംബിക്കും മറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ വളരെ സങ്കീർണമായ ജാതി വ്യവസ്ഥയുള്ള ഒരു രാജ്യത്ത് പ്രവർത്തിക്കുന്ന അല്ലെ ചിന്തിക്കുന്ന ബുദ്ധിജീവികൾ ഇതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ നിലപാട് എടുത്തിട്ടുണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ കൊസാംബിയുടെ നിലപാടിനോട് യോജിച്ച ധാരാളം ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പരാജയപ്പെട്ടു എന്നല്ല, അതിനെ മനസ്സിലാക്കുന്നതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി അദ്ദേഹം പറഞ്ഞ പോലെ ഡിപ്ലോമസി അതിനകത്ത് പറയാൻ കഴിയുന്നത്. ഈ ഏറ്റുമുട്ടൽ കൊലപാതകം യാഥാർത്ഥ്യമായ 2 സംഭവങ്ങൾ, നിലമ്പൂരിലേതും അതേപോലെ വയനാട്ടിലേതും. ഈ ഒരു സംഭവത്തിൽ, നിലമ്പൂർ ഉണ്ടായ സംഭവത്തിൽ കൃത്യമായ തരത്തിൽ പാർട്ടി രംഗത്ത് വരികയും അതിനെ പൂർണ്ണമായും തള്ളിപ്പറയുകയും ചെയ്തപ്പോൾ, വയനാട്ടിൽ ഉണ്ടായ ഏറ്റവും അവസാന സമയത്തുണ്ടായ ഒരു സംഭവത്തോട് ആ തരത്തിൽ CPI പ്രതികരിച്ചില്ല എന്ന പരാതിയെക്കുറിച്ച്. ഇല്ല, ഞങ്ങളതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാവോയിസ്റ്റുകൾ ഉയർത്തുന്ന അവരുടെ മുദ്രാവാക്യങ്ങൾ ോട് ഞങ്ങൾക്ക് പലതിനോടും യോജിപ്പില്ല. പക്ഷേ അവർ ഉയർത്തുന്ന സാമൂഹ്യ പ്രശ്നങ്ങളോട് ഞങ്ങൾ യോജിക്കുന്നവരാണ്. അവരുടെ സമര രീതിയോട് ഞങ്ങൾ പലപ്പോഴും യോജിക്കുന്നില്ല. പക്ഷേ ആ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ കാണാതെ പോകാൻ പറ്റിയില്ല എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ധാരാളം ഫേക്ക് എൻകൗണ്ടേഴ്സ് നടക്കുന്നു. നിലമ്പൂരിൽ ആ സംഭവം ഉണ്ടായപ്പോൾ ഞങ്ങളതാണ് ആവശ്യപ്പെട്ടത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് പോലീസിൻ്റെ റിപ്പോർട്ട് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൂടാ. ഇത് മജിസ്ട്രേറ്റിൽ എൻക്വയറി ഇത് സംബന്ധിച്ച് വേണം. ഞങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഗവൺമെൻറ്, ഈ ഗവൺമെൻറ് തന്നെ അതിന് തീരുമാനമെടുത്തു. ഇവിടെ വയനാട്ടിൽ ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പോലീസിൻ്റെ കഥ വിശ്വസിച്ചല്ല ഈ സർക്കാർ പോയത്. അപ്പോൾ തന്നെ ഒരു ക്രൈംബ്രാഞ്ച് എൻക്വയറി, അവിടെ ലോക്കൽ പോലീസ് പറഞ്ഞതല്ല, ക്രൈംബ്രാഞ്ച് എൻക്വയറി ഓർഡർ ചെയ്യുകയും അതിനുശേഷം മജിസ്ട്രേറ്റിൽ എൻക്വയറിക്ക് കളക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അന്ന് ഞങ്ങൾ പരസ്യമായി ശബ്ദമുയർത്തേണ്ടി വന്നത് സർക്കാർ ചെയ്യാത്തത് കൊണ്ടാണ്. ഇപ്പം ചെയ്യുമെന്ന് ഉറപ്പുണ്ടായതുകൊണ്ടാണ് പരസ്യമായി ശബ്ദമുയർത്താതിരുന്നത്. നിലപാടുകളിൽ മാറ്റം വന്നിട്ടില്ല. താങ്കളുടെ പാർട്ടി അടക്കം അധികാരത്തിലിരിക്കുമ്പോഴും ഇത്തരം സാങ്കേതിക കാര്യങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കല്ലേ ഈ ഒരു ഏറ്റുമുട്ടൽ കൊലപാതകം എന്നൊരു യാഥാർത്ഥ്യമായി നമ്മുടെ കൺമുമ്പിൽ നിൽക്കുകയും ചെയ്യുന്നു? അല്ല, അതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ കാര്യമായ ഒരു ഡയലോഗ് ഉയർന്നു വന്നിട്ടുള്ളത് ഈ അംബേദ്കറൈറ്റുകൾ ഉയർത്തിയ ഒരു ചർച്ചയാണ്. ഈ CPI ഇത്തരം വിഷയത്തെ ഏതെങ്കിലും തരത്തിൽ ഗൗരവമായി പാർട്ടി ഫോറത്തിൽ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ടോ? ഞങ്ങൾ ഇപ്പോൾ മഹാരാഷ്ട്രയിലെ പ്രകാശ് അംബേദ്കറുടെ മൂവ്മെൻറ്റും CPIയും വളരെ സഹകരിച്ചാണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിനൊരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്, അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. CPIയും AISFും AIYFും ഒക്കെ ആ ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചർച്ചകൾ പാടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ നിലപാട്. അംബേദ്കറുടെ പാഠപുസ്തകം പോലും ഗുജറാത്തിൽ നിരോധിച്ചു, പാഠ്യഭാഗങ്ങൾ പോലും നിരോധിച്ചു. ഇനി അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധമതത്തിൽ ചേർന്നു എന്നത് ഒഴിവാക്കിയാൽ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. ഇതൊക്കെ ഓരോ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ആശയങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ പുതിയ തലമുറയിൽ കൊണ്ടുവരണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കേരളത്തിൽ ഇത് CPI ഇപ്പോഴത്തെ ഈ 20 സീറ്റിലേക്കുള്ള മത്സരം LDF UDF ആണോ അതോ BJP ഇതൊരു പ്രോമിനൻറ്റ് പ്ലെയർ ആണെന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെയാണ് വിലയിരുത്തുന്നത്? BJP ഇവിടെ കേരളത്തിലിപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ അവരെന്തെല്ലാം പറഞ്ഞാലും അവരെ അക്കൗണ്ട് തുറക്കാനും പോകുന്നില്ല. അവർ കേരളത്തിലൊരു പ്രധാനപ്പെട്ട നിലയിലേക്ക് വരാനും പോകുന്നില്ല. ഈ കേരളത്തിലെ ഒരു മതനിരപേക്ഷ മനസ്സിനെ അങ്ങനെ മുറിച്ച് മുന്നോട്ട് പോകാൻ BJPക്ക് കഴിയും എന്ന് വിശ്വസിക്കുക പ്രയാസമാണ്. ഓക്കെ, ഇരുമുന്നണികളിൽ എന്തായിരിക്കും ഇലക്ഷൻ ഫലം? താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് പ്രതീക്ഷ? ഞങ്ങൾ 2004 ആവർത്തിക്കും. 2004 ആവർത്തിക്കും എന്ന ശുഭപ്രതീക്ഷയോടെയാണ് ശ്രീ കാനം രാജേന്ദ്രൻ ഈ പ്രചരണ രംഗത്ത് മുന്നോട്ട് പോകുന്നത്. ബിഗ് ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിക്കുന്നു.